morning. Welcome to Vinee's Educare. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ക്ലാസ് 10 ICSE സ്റ്റുഡൻസിൻ്റെ ഒരു ലെസൺ ദ ലിറ്റിൽ മാച്ച് ഗേളുമായിട്ടാണ്. ICSE സ്റ്റുഡൻസിനും എക്സാം November 15 തുടങ്ങുകയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാം ലാംഗ്വേജ് ആണ്, സെക്കൻഡ് ലിറ്ററേച്ചർ ആണ്. സോ ലിറ്ററേച്ചർ പോർഷൻ്റെ ഫസ്റ്റ് ലെസൺ ആയ ദ ലിറ്റിൽ മാച്ച് ഗേളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ പ്ലസ് കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡർസൺ എന്നുള്ള റൈറ്ററിൻ്റെ പേര് ഓർത്ത് വെക്കുമ്പോൾ സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പെല്ലിങ്ങിൽ തെറ്റ് വരുത്തിയിട്ട് ഓപ്ഷൻസ് തരാൻ സാധ്യതയുണ്ട്. ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡർസൺ ഡെൻമാർക്ക് എന്ന കൺട്രിയിലോട്ടാണ് ബിലോങ് ചെയ്തത്. സോ he is called a Danish writer. However, his stories are not restricted to children alone and have themes of universal appeal that transcend age and culture. So his stories are fairy tales, but those fairy tales are liked by children as well as the adults. Why? Because they were very much realistic. Andersen had a very unhappy childhood and much of his stories reflect this sadness dealing with loss and death. അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് വളരെ വേദനാജനകമായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിലും ആ വേദന നമുക്ക് കാണാൻ സാധിക്കും. The Little Match Girl is one such. Set around Christmas, the story tells of a little girl who, unable to sell her matchsticks, dies of cold and hunger on the street even as people are celebrating the birth of the Jesus Christ inside their warm, cozy homes. So ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക് ഡ്രോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സെറ്റിംഗ് എന്താണ്? ക്രിസ്മസ് സീസണാണ്. ക്രിസ്മസ് ഇൻഫാക്റ്റ് കഴിഞ്ഞു, ന്യൂ ഇയർ വരാൻ പോവുകയാണ്. സോ ആ ഒരു വിൻ്റർ സീസണാണ് ഇതിൻ്റെ സെറ്റിംഗ്. ഇതൊരു വിക്ടോറിയൻ ഇറയിനെ ഡിപ്പിക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ വിക്ടോറിയൻ ഇറയിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ റിച്ച് വെയർ എക്സ്ട്രീംലി റിച്ച് ആൻഡ് ദ പുവർ വെയർ സിവിയർലി പുവർ. ഓക്കെ, അപ്പോൾ ഈ സിവിയർലി പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന കുട്ടിയാണ് ലിറ്റിൽ മാച്ച് ഗേൾ. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്ക് ഒരു പ്രത്യേകം പേര് കൊടുക്കാത്തത്. ബിക്കോസ് ഷീ റെപ്രസെൻറ്റ്സ് ദ ഹോൾ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്. സോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് ന്യൂ ഇയറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ക്രിസ്മസിൻ്റെ സെലിബ്രേറ്റിംഗ് മൂഡ് ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ്സൊക്കെ ഇപ്പോഴും വെൽ ലിറ്റാണ്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ മണം വരുന്നുണ്ട്. വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണത്തിൻ്റെ മണം കിട്ടിയാലത്തെ അവസ്ഥ എന്താകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കുഞ്ഞ് അതൊക്കെ അനുഭവിച്ച് ആ തണുപ്പിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. The tale is rich in irony, imagery and symbol, emphasizing the need for compassion for those who have so much less than we do. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് പല രീതിയിലുള്ള ലിറ്റററി ഡിവൈസസ് കാണാൻ പറ്റും. ഒരെണ്ണം അയനി, നെക്സ്റ്റ് ഈസ് ഇമേജറി ആൻഡ് ദ നെക്സ്റ്റ് ഈസ് സിമ്പിൾ. സിമ്പിളാണ് ഏറ്റവും കൂടുതലായിട്ട്. കാരണം മാച്ച് സ്റ്റിക്ക് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സിംബലൈസസ് ദ വാംത്ത് ആൻഡ് ഹോപ്പ് ദാറ്റ് ദ ലിറ്റിൽ ചൈൽഡ് ഓൾവേസ് ലോങ്ഡ് ഫോർ. എപ്പോഴും ആഗ്രഹിച്ചിരുന്ന വാംത്ത് ആൻഡ് ഹോപ്പാണ് ഈ മാച്ച് സ്റ്റിക്സിലൂടെ സിംബലൈസ് ചെയ്യുന്നത് ദ റൈറ്റർ. സോ ക്രിസ്മസ് സീസണിൻ്റെ സമയത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയും അതുപോലെ തന്നെ ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയിൽ നിന്നും വരുന്ന ഈ കുഞ്ഞ് ആ സ്ട്രീറ്റിൽ പട്ടിണിയും തണവും കാരണം മരിക്കാൻ ഇടവരുന്ന ഒരു ഹൃദയസ്പർശിയായ സ്റ്റോറിയാണ് ഈ ലിറ്റിൽ മാച്ച് ഗേളിലൂടെ നമ്മൾക്ക് റൈറ്റർ തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. Now moving forward, The Little Match Girl. It was bitterly cold, snow was falling and darkness was gathering, for it was the last evening of the old year. It was New Year's Eve. So ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാം the day is 31st December. ന്യൂ ഇയർ ഈവ് എന്ന് പറയുമ്പോൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം. സോ അതാണ് ഒരു മെയിനായിട്ടൊരു ഡേ തന്നേക്കുന്നത്. സോ നെക്സ്റ്റ് ഡേ ഈസ് ഗോയിങ് ടു ബി ദ ന്യൂ ഇയർ. ഓക്കെ, സോ ആ ഒരു സ്പെസിഫിക് ടൈമാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇൻ ദ കോൾഡ് ആൻഡ് ഗ്ലൂം എ പുവർ ലിറ്റിൽ ഗേൾ വാക്ക്ഡ് bareheaded and barefoot through the streets. She had been wearing slippers, it is true, when she left home, but what good were they? They had been her mother's, so you can imagine how big they were. The little girl had lost them as she ran across the street to escape from two carriages that were being driven terribly fast. One slipper could not be found and a boy had run off with the other, saying that it would come in very handy as a cradle someday when he had children of his own. Now this is a very important paragraph. In the cold and the gloom, the girl is walking bareheaded and barefoot. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ
കുഞ്ഞിൻ്റെ കാലയിൽ ചെരുപ്പുണ്ടായിരുന്നു. പക്ഷേ അത് ആരുടെ ചെരുപ്പായിരുന്നു? അമ്മയുടെ ചെരുപ്പായിരുന്നു. കൊച്ചു കുട്ടി അതിൻ്റെ അമ്മയുടെ ചെരുപ്പ് ഇട്ടാൽ അതിന് നടക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. എന്തുകൊണ്ടായിരിക്കും അത് അമ്മയുടെ ചെരുപ്പ് എടുത്തിട്ടത്? കാരണം അതിന് സ്വന്തമായിട്ടൊരു ചെരുപ്പ് പോലും ഇല്ല. ഓക്കെ, സോ അമ്മയുടെ ചെരുപ്പിട്ട് നടന്നു വരുമ്പോൾ ആരെയും പ്രത്യേകിച്ച് റോഡിൽ കൂടെ പോകുന്ന പാവപ്പെട്ട ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാത്ത ഈ റിച്ച് ആൾക്കാർ അവരുടെ ക്യാരേജസിൽ വരുമ്പം അവർ ആരാണ് റോഡിൽ കൂടെ നടക്കുന്നതെന്നൊന്നും നോക്കാണ്ട് അവരവരുടെ ഇഷ്ടത്തിന് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ വന്ന 2 വണ്ടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് ഓടും. ഈ വലിയ ചെരുപ്പിട്ട് ഓടുമ്പോൾ അതിൻ്റെ കാലത്തെ ചെരുപ്പുകൾ നഷ്ടപ്പെടും. ഒരു ചെരുപ്പ് കാണാണ്ടാവും, മറ്റേ ചെരുപ്പ് വേറൊരു ആൺകുട്ടി വന്ന് എടുത്തിട്ട് പോയിട്ട് പറയും, ഞാൻ വലുതായി എനിക്ക് കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിനെ ഞാനിതൊരു തൊട്ടിലായിട്ട് ഉപയോഗിക്കും. So you can imagine the thing going on here. A small child is saying this, that once he gets older and he would have his own child, then he would use that particular slipper as cradle. He is not bothered about what will happen to this little child at this point of time. So see how cruel people have become. So അത് കാരണം കൊണ്ടാണ് ഈ കുട്ടി ഇപ്പോൾ ബെയർ ഹെഡഡും ബെയർ ഫുട്ടായിട്ട് നടക്കുന്നത്. തലയിൽ സ്കാർഫുമില്ല, കാലയിൽ ചെരുപ്പുമില്ലാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞ് ഈ സ്ട്രീറ്റിലൂടെ നടന്ന് നീങ്ങുന്നത്. So the little girl walked about the street on her naked feet, which were red and blue with the cold. In her old apron she carried a great many matches, and she had a packet of them in her hand as well. Nobody had brought any from her, and no one had given her a single penny all day. She crept along shivering and hungry, the picture of misery, poor little thing. Now ഈ കാലിൽ ചെരുപ്പില്ലാത്ത ഒരു അവസ്ഥയിൽ ആ കുട്ടി ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ തണുവിൻ സഹിക്കാൻ പറ്റാതെ അതിൻ്റെ കാലുകൾ റെഡ് ആൻഡ് ബ്ലൂ കളറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വി ഓൾവേസ് ടോക്ക് അബൌട്ട് ദ ഫ്രോസ്റ്റ് ബ്രൈറ്റ്, അല്ലേ? തണുവ് കൂടുമ്പോൾ നമ്മുടെ വിരലിലൊക്കെ നീല കളർ വരും. അതേപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ കാലുകളിലെ കളർ മാറിക്കൊണ്ട് വരുന്നു. ബിക്കോസ് ദ ബ്ലഡ് ഫ്ലോ വാസ് റിഡ്യൂസിങ്. ആ കുട്ടി ധരിച്ചിരുന്നത് ഒരു പഴയ ഏപ്രിനാണ്. അതിനകത്ത് കുറച്ച് പോക്കറ്റ്സ് ഉണ്ടായിരുന്നു. ആ പോക്കറ്റ്സിൽ മൊത്തം മാച്ച് ബോക്സസ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് തന്നെ കൈകളിലും കുറച്ച് മാച്ച് സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും ഒരു മാച്ച് സ്റ്റിക്ക് പോലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1 രൂപ പോലും അതിന് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ആ കുഞ്ഞ് ആ തണുവിലൂടെ നടന്ന് നീങ്ങുകയായിരുന്നു. The snowflakes fell on her long golden hair, which curled so prettily about her neck. But she did not think of her appearance now. Lights were shining in every window, and there was a glorious smell of roast goose in street, for this was New Year's Eve, and she could not think of anything else. സ്നോഫോൾ നടക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഗോൾഡൻ ഹെയറിനെ നമ്മൾ ബ്ലോണ്ട് ഹെയർ എന്നും പറയും. ഗോൾഡൻ ഹെയറിലോട്ട് ആ ഫ്ലേക്സ് വീഴുന്നുണ്ടായിരുന്നു. ചുരുണ്ട മുടിയായിരുന്നു, അത് നെക്ക് വരെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഷീ വാസ് ലുക്കിംഗ് ആക്ച്വലി വെരി പ്രിറ്റി, ബട്ട് ഷീ വാസ് നോട്ട് മച്ച് aware of how she looked at that time, because she was suffering miserably. വിൻഡോസിൽ എല്ലാ കടകളുടെയും എല്ലാ വീടുകളുടെയും വിൻഡോസിലൊക്കെ ലൈറ്റ് മിന്നുന്നുണ്ടായിരുന്നു. ബിക്കോസ് ദേ ഹാഡ് ഡെക്കറേറ്റഡ് ദിയർ ഷോപ്പ് ഓർ ദിയർ ഹൗസസ്. ആൻഡ് പിന്നെന്താണ് അവിടെ കൂടെ ആ കുട്ടിക്ക് കിട്ടിയത്? സ്മെൽ ഓഫ് റോസ്റ്റ് ഗൂസ്. വിശന്നിരിക്കുന്ന ആൾക്കാരുടെ മൂക്കിലോട്ട് നല്ല ഭക്ഷണത്തിൻ്റെ സ്മെല്ല് വരുമ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ഷീ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി ആൻഡ് ദ ടൈം വാസ് ന്യൂ ഇയർ ഈവ്. സോ ദിസ് ഇസ് വാട്ട്സ് വാസ് എക്സ്പെക്റ്റഡ് ആക്ച്വലി. ഇത് തന്നെയാണ് കുട്ടി പ്രതീക്ഷിച്ചത്. എല്ലായിടത്തും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതിനെപ്പോലെ ആ കുഞ്ഞിനെ പോലെയുള്ള ആൾക്കാർക്ക് എപ്പോഴും കഷ്ടപ്പാട് തന്നെ ആയിരിക്കും. She huddled down in a heap in a corner formed by 2 houses, one of which projected further out into the street than the other. But though she tugged her little legs up under her, she felt colder and colder. She did not dare to go home, for she had sold no matches and earned not a single penny. Her father would be sure to beat her, and besides, it was so cold at home, for they had nothing but the roof above them, and the wind whistled through that, even though the largest cracks were stuffed with straw and rags. Her thin hands were almost numb with cold. If only she dared pull out just one small match from the packet, strike it on the wall, and warm her fingers. So എത്ര കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ കുഞ്ഞ് ഫേസ് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2 വീടുകൾ തമ്മിൽ ഇങ്ങനെ ഗ്യാപ്പുള്ളൊരു കോർണറിലോട്ട് ഈ കുഞ്ഞ് കയറിയിരിക്കുന്നു. തണുവിൽ നിന്നും രക്ഷപ്പെടാൻ കാലുകൾ രണ്ടും
അവളുടെ ശരീരത്തോട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പോലും അവൾക്ക് തണുവിന് യാതൊരു കുറവും അനുഭവപ്പെട്ടില്ല. കൈയൊക്കെ ഇങ്ങനെ മരവിച്ചു പോയി. വീട്ടിലോട്ട് പോകാനുള്ളൊരു ധൈര്യം കുഞ്ഞിന് ഉണ്ടായിരുന്നില്ല. കാരണം അവൾക്കറിയായിരുന്നു അവളുടെ അച്ഛൻ അവളെ ഉപദ്രവിക്കും, പൈസ ഒന്നും ഏൺ ചെയ്ത് വരാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, വീട്ടിൽ പോയിട്ടും ഈ ഒരു അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നുണ്ടായിരുന്നില്ല. കാരണം വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നതും സ്ട്രീറ്റിലിരിക്കുന്നതും ഒരേപോലെയായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിലും മേൽക്കൂരയിൽ മൊത്തം പലതരം ഹോൾസ് ഉണ്ടായതുകൊണ്ട് തണുത്ത കാറ്റ് അതിലൂടെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കടക്കുമായിരുന്നു. അവർക്ക് പുതച്ച് കിടക്കാനോ അവർക്ക് വുളൻ ക്ലോത്ത്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രീറ്റിലിരിക്കുന്നതും വീട്ടിലിരിക്കുന്നതും ഒക്കെ ഒരേപോലെ തന്നെയായിരുന്നു. അവളുടെ കൈകൾ നന്നായി മരവിച്ചിരുന്നു. വളരെ ബുദ്ധിമുട്ടി അവൾ ആ കൈ കൊണ്ട് ഒരു മാച്ച് ബോക്സ് എടുത്ത് അത് സ്ട്രൈക്ക് ചെയ്ത് ആ തീനാളത്തിൽ നിന്നും വരുന്ന ആ ഒരു ചൂട് അവളുടെ കയ്യിലോട്ട് ഏൽക്കണം എന്ന് അവൾ വല്ലാണ്ട് ആഗ്രഹിച്ചിരുന്നു. She pulled one out. Scratch! How it spluttered and burnt. It had a warm, bright flame like a tiny candle when she held her hand over it. But what a strange light it seemed to the little girl, as if she were sitting in front of a great iron stove with polished brass knobs and brass ornaments. The fire burned so beautifully and gave out such a lovely warmth. Oh, how wonderful this was! The child had already stretched her feet to warm them, too, when out went the flame. The stove vanished and she sat with the burnt match in her hand. Now here comes the first image of the story. She was daring to just take out one matchstick. അവൾ അതുപോലെ തന്നെ ഒരു മാച്ച് ബോക്സ് എടുത്തു. അതിനകത്തുനിന്നൊരു തീപ്പെട്ടിക്കുച്ചി പുറത്തെടുത്തിട്ട് അതിനെ സ്ക്രാച്ച് എന്നുള്ള സൗണ്ടിലൂടെ അത് കത്തി. ഈ സ്ക്രാച്ച് എന്നുള്ളത് നമ്മൾ തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ വരുന്ന സൗണ്ടാണ്. അത് ക്വസ്റ്റ്യനിൽ വന്ന ഏതാണ് എൻ്റെ ലിറ്റററി ഡിവൈസ് എന്ന് ചോദിച്ചാൽ ഓണോമറ്റോപിയ എന്നുള്ള ആൻസറാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഒരു ചെറിയ തീപ്പെട്ടി കത്തിയപ്പോൾ ആദ്യം അതിനൊരു ടൈനി ക്യാൻഡിലിൻ്റെ ഒരു വലിപ്പം മാത്രമേ ഈ കുഞ്ഞിന് തോന്നിയുള്ളൂ. പക്ഷെ കൈകൾ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ആ ഒരു വാംത്ത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന് തോന്നി അതിരിക്കുന്നത് ഒരു വലിയ ഗ്രേറ്റ് അയൺ സ്റ്റോവിൻ്റെ അടുത്താണ്. അതായത് ഈ റിച്ച് ആൾക്കാർ അവരുടെ വീട്ടിൽ അവർക്ക് ഫയർ പ്ലേസിന് പകരം അയൺ സ്റ്റോവ് ഉണ്ടാവും. അതിൽ നിന്നും വരുന്ന ആ ഒരു ചൂടാണ് അവരുടെ വീട്ടിൽ ചൂട് കൊണ്ടുവരുന്നത്. സോ അങ്ങനത്തെ ഒരു അയൺ സ്റ്റോവിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പോലെ ആ കുഞ്ഞിന് തോന്നി. ആ ഒരു വിഷൻ മനസ്സിൽ കണ്ടുകൊണ്ട് അവൾ അറിയാണ്ട് അവളുടെ കൈയും കാലും സ്ട്രെച്ച് ചെയ്യുന്നു. അവളുടെ കൈക്കും കാലിനും കൂടി ഒരു ചൂട് അനുഭവപ്പെടാൻ വേണ്ടി. സോ ഷീ ഈസ് വിഷ്വലൈസിങ് ദ ഇമേജ് ദാറ്റ് ഷീ ഈസ് സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ iron stove, and the iron stoves have brass knobs and brass ornaments. ഓക്കെ, നൗ കൈയും കാലും ഇങ്ങനെ അറിയാണ്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേനുമാണ് പെട്ടെന്ന് അവൾക്ക് ആ തണുപ്പ് അനുഭവപ്പെടുന്നത്. കാരണം അവളുടെ കയ്യിൽ ഇരുന്നിരുന്ന ആ ഒരു മാച്ച് സ്റ്റിക്ക് മൊത്തം കത്തിക്കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതും അവളുടെ ആ ഒരു വിഷൻ വാനിഷായിപ്പോയി. ഷീ സ്ട്രക്ക് അനദർ. ഇറ്റ് ബേൺഡ് ക്ലിയർലി, ആൻഡ് where the light fell upon the wall, the bricks became transparent like gauze. She could see right into the room where a shining white cloth was spread on the table. It was covered with beautiful china, and in the center of it stood a roast goose, stuffed with prunes and apples, steaming deliciously. And what was even more wonderful was that the goose hopped down from the dish, waddled across the floor with carving knife and fork in its back, waddled straight up to the poor child. Then out went the match, and nothing could be seen but the thick, cold wall. The second matchstick അവൾ എടുത്ത് അത് കത്തിച്ചപ്പോൾ അവൾക്ക് രണ്ടാമത്തെ വിഷൻ കണ്ടതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആ തീനാളം അവൾ ഇരുന്നിരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മുമ്പിലുള്ള വാളിൽ വീണപ്പോൾ അവൾക്ക് തോന്നി ആ വാള് ട്രാൻസ്പെറൻ്റായി, കണ്ണാടി പോലെ ട്രാൻസ്പെറൻ്റായി. ആ ട്രാൻസ്പെറൻറ്റ് കണ്ണാടിയിലൂടെ അവൾക്ക് ആ മുറിക്കുള്ളിൽ വെച്ചേക്കുന്ന ഡൈനിങ് ടേബിൾ കാണാൻ സാധിച്ചു. ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ക്ലോത്ത് ആയിരുന്നു വിരിച്ചിരുന്നത്. അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന പാത്രങ്ങൾ ചൈന മെയ്ഡായിരുന്നു. അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ വറുത്ത് റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന
ഗൂസ് ഉണ്ടായിരുന്നു. അത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രൂൺസ് ആൻഡ് ആപ്പിൾസ്, ആൻഡ് ഇറ്റ് വാസ് സ്റ്റീമിങ്, ചൂടോടെ വെച്ചേക്കായിരുന്നു. അതവൾ കാണുകയും അത് കാണുന്നതിൻ്റെ ഒപ്പം അവൾക്ക് കിട്ടിയൊരു തോന്നിയൊരു തോന്നലാണ് ആ ഗൂസ് അങ്ങനെ പ്ലേറ്റോട് കൂടി ഇറങ്ങി നടന്ന് അവളുടെ ഫ്രണ്ടിലോട്ട് എത്തി നിൽക്കുന്നു എന്ന്. അത് ഫ്രണ്ടിലോട്ട് വരുന്ന അതേ മൊമെൻറ്റിലാണ് അത് കാണുന്ന അതേ മൊമെൻറ്റിലാണ് അവളുടെ കയ്യിലിരുന്ന ആ ഒരു മാസ്റ്റിക്ക് കത്തിത്തീരുന്നത്. അപ്പോൾ അത് കത്തിത്തീരുന്നതോടുകൂടി അവൾ ഈ കണ്ട രണ്ടാമത്തെ വിഷനും അവളിൽ നിന്നും മാഞ്ഞു പോകുന്നു. സോ ആദ്യത്തെ വിഷനിലെ വാംത്തും രണ്ടാമത്തെ വിഷനിൽ ഫുഡുമാണ് അവൾ കാണുന്നത്. സോ ആദ്യം അവൾക്ക് ആ തണവിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചൂട് വേണമായിരുന്നു, രണ്ടാമത് വിശപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഫുഡാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. സോ ഈ രണ്ട് വിഷനാണ് ആദ്യത്തെ രണ്ട് മാച്ച് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഈ കുഞ്ഞിന് കിട്ടുന്നത്. She struck another match, and suddenly she was sitting under the most beautiful Christmas tree. It was much larger and much lovelier than the one she had seen last year through the glass doors of the rich merchant's house. സോ മൂന്നാമത്തെ സ്ട്രൈക്ക് ചെയ്തപ്പോൾ, മൂന്നാമത്തെ മാച്ച് ബോക്സിൽ നിന്നുമുള്ള മാച്ച് സ്റ്റിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയ വിഷനാണ് ഒരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ. ഇതിനു മുമ്പും അവളൊരു റിച്ച് മെർച്ചൻറ്റിൻ്റെ ഗ്ലാസ് ഡോറിൻ്റെ ഉള്ളിൽ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരുന്ന ക്രിസ്മസ് ട്രീ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ക്രിസ്മസ് ട്രീയെക്കാട്ടിലും വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ആണ് ഇപ്പോൾ അവളുടെ വിഷനിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരുന്നു? 1,000 candles lit up the green branches and gaily colored balls like those in the shop windows looked down upon her. സോ വലിയൊരു ക്രിസ്മസ് ട്രീയിൽ അതിൻ്റെ ഗ്രീൻ ബ്രാഞ്ചസ് നിറച്ച് ഇഷ്ടം പോലെ ക്യാൻഡിൽസ് കത്തുന്നുണ്ടായിരുന്നു. അതിനകത്തൂടെ നല്ല ബ്രൈറ്റ് കളേർഡ് ബോൾസ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം ബോൾസ് അവൾ കുറച്ച് മുമ്പ് നടന്നു വരുമ്പോൾ ഷോപ്സിൻ്റെ വിൻഡോസിൽ തൂക്കിയിട്ടെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സാധനം അവൾ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളുടെ വിഷനിലും അവൾ ആഗ്രഹിച്ച പോലെ തന്നെ കാണുന്നത്. ദ ലിറ്റിൽ ഗേൾ റീച്ച്ഡ് ഫോർവേഡ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഈ ഒരു വിഷൻ കണ്ടപ്പോൾ രണ്ട് കൈയും പൊക്കിയിട്ട് ആ ബോളിൽ തൊടാൻ അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ തൊടാൻ നോക്കുമ്പോൾ ഔട്ട് വെൻറ്റ് ദ മാച്ച്. അപ്പോഴത്തേനും അവൾ കത്തിച്ചിരുന്ന ആ മാച്ച് സ്റ്റിക്ക് കത്തിത്തീർന്നു. ദ മെനി ക്യാൻഡിൽസ് ഓൺ ദ Christmas tree rose higher and higher through the air, and she saw that they had now turned into bright stars. One of them fell streaking the sky with light. അവളുടെ കയ്യിലത്തെ ആ ഒരു മാസ്റ്റിക്ക് കത്തിത്തീർന്നപ്പോൾ പെട്ടെന്ന് അവളുടെ വിഷൻ മാഞ്ഞു പോയില്ല. ഷി കണ്ടിന്യൂ ടു സീ സംതിങ്. ആൻഡ് വാട്ട് വാസ് ദാറ്റ്? ആ കണ്ടിരുന്ന ക്രിസ്മസ് ട്രീ മെല്ലെ പൊങ്ങി ഉയർന്നുയർന്ന് ആകാശത്തോട്ട് പോകുന്നു. ആകാശത്ത് എത്തിക്കഴിഞ്ഞിട്ട് അത് സ്റ്റാർസായി മാറി എന്നുള്ളൊരു വിഷനാണ് അവൾ കാണുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഷീ സീസ് സംതിങ്. നൗ സംവൺ ഈസ് ഡൈയിങ്. വൈ ഷീ സേയിങ് ദാറ്റ്? ബിക്കോസ് ഷീ സോ വൺ സ്റ്റാർ falling down. One of the stars was falling down. So അത് കണ്ടപ്പോൾ ഈ കുഞ്ഞ് പറയുന്നു, ആരോ മരിക്കാൻ പോകുന്നു. Said the little girl, for her old grandmother, the only one who had ever been good to her but who was now dead, had said, whenever a star falls, a soul goes up to God. സോ പെട്ടെന്ന് കുഞ്ഞിൻ്റെ മുത്തശ്ശീനെ ഓർക്കുന്നു. ഈ സ്റ്റാർ വീഴുന്ന കാണുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശീനെ ഓർക്കുന്നു. മുത്തശ്ശി വാസ് വെരി ക്ലോസ് ടു ദിസ് ലിറ്റിൽ ഗേൾ. മുത്തശ്ശി ഒരുപക്ഷെ കുറേ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ കഥകളിൽ നിന്നും ഒരു കഥയിൽ നിന്നും കിട്ടിയ ഒരു അറിവാണ് ഈ കുഞ്ഞിന് സ്റ്റാർസ് ബ്രേക്ക് ഡൗൺ ആയി താഴോട്ട് വീഴുന്ന കണ്ട ഒരു ഫോളിംഗ് സ്റ്റാറിനെ കണ്ട അതിൻ്റെ അർത്ഥം ആരോ ഒരാൾ അടുത്ത് തന്നെ മരിച്ച് ആ ആളുടെ സോൾ മുകളിലോട്ട് പോകും എന്നാണ്. മുത്തശ്ശി പറഞ്ഞ ആ വാക്കുകൾ ഈ കുഞ്ഞ് ചിന്തിക്കുന്നു. ഷീ സ്ട്രക്ക് another match on the wall. Once more there was light, and in the glow stood her old grandmother, oh so bright and shining and looking so gentle, kind and loving. Granny, cried the little girl, oh take me with you. I know you will disappear when the match is burnt out. You will vanish like the warm stove, the lovely roast goose, and the great glorious Christmas tree. സോ വാട്ട് ഹാപ്പൻസ്? ഇപ്പോഴത്തെ പ്രാവശ്യം അവൾ സ്ട്രൈക്ക് ചെയ്തപ്പോൾ, മാസ്റ്റിക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ കണ്ടത് അവൾ ഏറ്റവും അധികം അവൾ സ്നേഹിച്ച അവളുടെ മുത്തശ്ശീനെയാണ്. ഷീ ഈസ് നോ മോർ, ഷീ ഈസ് ഡെഡ്. ആൻഡ് മുത്തശ്ശീനെ കാണുമ്പോൾ തന്നെ അവൾക്ക് എക്സൈറ്റ്മെൻ്റ് ആവും. ആൻഡ് ഷീ ഫൈൻഡ്സ് ദാറ്റ് ഹർ ഗ്രാൻഡ് മദർ ഈസ് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, ജെൻറ്റിൽ, കൈൻഡ് ആൻഡ് ലവിങ്. ആൻഡ് ഷീ ക്രൈസ്. ഉറക്കെ പറയും, മുത്തശ്ശി എന്നെ കൂടി കൊണ്ടുപോകുമോ? എനിക്കറിയാം നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മാച്ച് സ്റ്റിക്ക് കത്തി തീരുമ്പോഴത്തേനും നിങ്ങളും വാനിഷായി പോവും. നേരത്തെ
സ്റ്റോവ് വാനിഷായ പോലെ, ആ ലവ്ലി റോസ്റ്റ് ഗൂസ് വാനിഷായ പോലെ, ക്രിസ്മസ് ട്രീ വാനിഷായ പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് കത്തി തീരുമ്പോഴത്തേനും നിങ്ങൾ വാനിഷാവും. അതിന് മുമ്പേ എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ എന്നാണ് ആ കുഞ്ഞ് മുത്തശ്ശിയോട് പറയുന്നത്. Then she quickly struck all the rest of the matches she had in the packet, for she did so want to keep her grandmother with her. അപ്പം പെട്ടെന്ന് തന്നെ ആ കയ്യിലുണ്ടായിരുന്ന മാച്ച് സ്റ്റിക്സ് എത്രത്തോളം കത്തിക്കാൻ പറ്റുന്നോ അത്രത്തോളം കത്തിച്ച് വെക്കാൻ നോക്കി. What was her reason behind it? She wanted the image of her grandmother to stay there for a longer time. മുത്തശ്ശിയുടെ ആ ഇമേജ് മാഞ്ഞു പോവാണ്ട് കുറേ നേരം അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന സ്പീഡിൽ എത്ര മാച്ച് സ്റ്റിക്ക് കത്തിക്കാൻ പറ്റിയോ അത്രയും കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. The matches flared up with such a blaze that was brighter than broad daylight, and her old grandmother had never seemed so beautiful or so stately before. She took the little girl in her arms and flew with her high up. Oh, so high towards glory and joy. Now they knew neither cold nor hunger nor fear, for they were both with God. So, ആ ഒരു വെളിച്ചത്തിൽ ആ മുത്തശ്ശിനെ കാണാൻ അതിസുന്ദരിയായിട്ട് അവൾക്ക് തോന്നി. മുത്തശ്ശി 2 കൈകളും നീട്ടി ഈ കുഞ്ഞിനെ കയ്യിൽ വാരിയെടുത്ത് മുകളിലോട്ട് പറന്നുയർന്നു. അവർക്ക് 2 പേർക്കും അറിയായിരുന്നു ഇനിയും പോകുന്ന സ്ഥലത്ത് അവർക്ക് ഒരു തരത്തിലുള്ള കഷ്ടപ്പാടും ഉണ്ടാവില്ല, വിശപ്പുണ്ടാവില്ല, തണവുണ്ടാവില്ല, പേടിയുണ്ടാവില്ല. അവർ 2 പേരും ഇനി ദൈവത്തിൻ്റെ അടുത്ത് സുഖമായിട്ട് താമസിക്കും എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഈ കുഞ്ഞ് പോയത്. സോ ഇവിടെ നമ്മൾ അറിയേണ്ടത് ആ ഫോളിംഗ് സ്റ്റാർ റെപ്രസെൻറ്റ് ചെയ്തത് ഈ ലിറ്റിൽ മാച്ച് ഗേൾ മരിക്കുന്നത് തന്നെയാണ്. ഓക്കെ, as far as the story goes, the falling star represents the death of the little match girl. But in the cold dawn, in the corner formed by the 2 houses, sat the little girl with rosy cheeks and smiling lips, dead, frozen to death on the last evening of the old year. The dawn of the new year rose on the huddled figure of the girl. She was still holding the matches, and half a packet had been burnt. So രാവിലെ ആയപ്പോഴത്തേനും ആ ഒരു വീടിൻ്റെ കോർണറിൽ ഇരുന്ന കുഞ്ഞിനെ ആൾക്കാർ വന്ന് കാണാനിട വന്നപ്പോൾ ഷി വാസ് ഡെഡ്, ഫ്രോസൺ ടു ഡെത്ത്. എക്സ്ട്രീം തണുപ്പ് കാരണം ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരുന്നു. തലേ ദിവസം രാത്രിയിൽ തന്നെ, ബിഫോർ ദ ന്യൂ ഡേ കെയിം ഔട്ട്, ഷി വാസ് ഡെഡ്. അവളുടെ കയ്യിൽ ഇപ്പോഴും മാച്ച് സ്റ്റിക്സ് ഉണ്ടായിരുന്നു. ആൻഡ് ഷി ഹാഡ് ഓൾറെഡി യൂസ്ഡ് ഹാഫ് എ പാക്കറ്റ് ഓഫ് മാച്ച് സ്റ്റിക്ക് because she wanted to sustain the image of her grandmother till her grandmother took her along with her to God, to heaven. And now people are standing around her and they are giving out their opinions. അവരുടെ അഭിപ്രായങ്ങൾ പറയാണ്. എന്താണ്? ഷി വാസ് എവിഡൻ്റ്ലി ട്രൈങ് ടു വാം ഹെർസെൽഫ്. പീപ്പിൾ സെഡ്, ഇപ്പം കുട്ടീനെ കണ്ടിട്ട് എല്ലാവർക്കും പാവം തോന്നുന്നു. അയ്യോ പാവം, അവളെ തന്നെ വാം ചെയ്യാൻ നോക്കുമായിരുന്നു എന്ന് തോന്നുന്നു. കണ്ടില്ലേ എത്രമാത്രം മാച്ച് സ്റ്റിക്സ് അവൾ കത്തിച്ച് വെച്ചേക്കുന്നേ എന്ന് കണ്ടില്ലേ. ബട്ട് നോ വൺ ന്യൂ വാട്ട് ബ്യൂട്ടിഫുൾ വിഷൻസ് ഷീ ഹാഡ് സീൻ ആൻഡ് ഇൻ വാട്ട് എ ബ്ലേസ് ഓഫ് ഗ്ലോറി ഷീ ഹാഡ് എൻറ്റേർഡ് വിത്ത് ഹർ ഡിയർ ഓൾഡ് ഗ്രാൻഡ് മദർ ഇൻ ടു ദി ഹെവൻലി ജോയ് ആൻഡ് ഗ്ലാഡ്നെസ് ഓഫ് എ ന്യൂ ഇയർ. പക്ഷെ ആർക്കും തന്നെ ആ കുഞ്ഞ് കണ്ട ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കണ്ട വിഷൻസ്, അവളുടെ ആഗ്രഹങ്ങൾ മൊത്തവും അവൾ ഇമേജസിൽ കണ്ട് തൃപ്തിപ്പെടുത്തിയിരുന്നു. അവൾക്ക് ചൂട് വേണമായിരുന്നു, തണവിൽ നിന്നും രക്ഷപ്പെടാൻ ചൂട് വേണമായിരുന്നു, അതവൾ വിഷ്വലൈസ് ചെയ്തു. വിശപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഭക്ഷണം വേണമായിരുന്നു, അതവൾ വിഷ്വലൈസ് ചെയ്തു. എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചിരുന്നു, അതവൾ വിഷ്വലൈസ് ചെയ്തു. മുത്തശ്ശിയുടെ സ്നേഹം, ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തശ്ശിയുടെ സ്നേഹം അവൾ ആഗ്രഹിച്ചിരുന്നു, അതും അവൾ കണ്ടു, വിഷ്വലൈസ് ചെയ്തു. ഈ എല്ലാ സന്തോഷങ്ങളും വിഷ്വലൈസ് ചെയ്ത് ഇമേജസിലൂടെ അറിഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് അവൾ മുത്തശ്ശിയുടെ കൂടെ ഹെവനിലോട്ട് പോയേക്കുന്നേ എന്നുള്ളൊരു വാസ്തവം അവിടെ അവളുടെ ചുറ്റും നിന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല. നൗ ഷി വാസ് ഇൻ ഹെവൻ ആൻഡ് ഷി വാസ് എൻജോയിങ് ഓൾ ദി ഹാപ്പിനെസ് വെൻ ദ ന്യൂ ഇയർ സ്റ്റാർട്ടഡ്. ഓക്കെ, സോ ദിസ് ഈസ് സച്ച് എ ലവ്ലി സ്റ്റോറി, സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. നമുക്ക് സങ്കടം വരും, ഉറപ്പായിട്ടും വരും. സോ ഐ ഹോപ്പ് ദ സ്റ്റോറി
is clear to you, and I hope I have been able to convey the message to you. ഇനി ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതിനെ ബേസ് ചെയ്തുള്ള MCQ questions ആയിട്ട് വരാം. See you then. Bye bye. Keep watching, keep liking, and keep sharing my videos. Thank you so much.